വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പ്ലാനുകളാണ് ബി.ജെ.പി ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബി.ജെ.പിയുടെ ഈ തന്ത്രത്തെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് എന്ത് തരത്തിലുള്ള നീക്കങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്? കാരണം നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പിയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. അവിടെ രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ ബി.ജെ.പി ആണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ ബി.ജെ.പി പിടിക്കാൻ ആഗ്രഹിക്കുന്നത് തൃശ്ശൂർ കോർപ്പറേഷനാണ്. അപ്പോൾ ഇതിനെയെല്ലാം പ്രതിരോധിക്കാനായിട്ട് കോൺഗ്രസ് ഈ പറയുന്ന പോലെ നിർണായകമായിട്ടുള്ള ഒരു ശക്തി ആയി വളരുന്നുണ്ടോ? അതോടൊപ്പം തന്നെ കെ.പി.സി.സി പ്രസിഡന്റിന്റെ ഒക്കെ ഒരു മാറ്റം നമ്മൾ കണ്ടതാണല്ലോ. തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഒരു ജീവൻ മരണ പോരാട്ടമാണ്, അല്ലെങ്കിൽ അഭിമാന പോരാട്ടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ തവണ കോൺഗ്രസിന് നിരവധിയായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് എറണാകുളം കോർപ്പറേഷൻ, തൃശൂർ കോർപ്പറേഷൻ. ഈ രണ്ട് കോർപ്പറേഷനിൽ കോൺഗ്രസിന് നഷ്ടമാകുന്നത് കപ്പിനും ലിപ്പിനും ഇടയിലാണ്. ഈ രണ്ട് കോർപ്പറേഷനുകളിലും ഭരണം കൊച്ചിൻ കോർപ്പറേഷനും അതോടൊപ്പം തന്നെ തൃശൂർ കോർപ്പറേഷനും. കൊച്ചിൻ കോർപ്പറേഷനിൽ 76 ഡിവിഷനുകളിലും മത്സരിക്കാൻ ബി4 കൊച്ചി കൊച്ചി മാത്രമല്ല 2020 മത്സരിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സംഘടനാ സംവിധാനമുള്ള കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എമ്പാടും കോൺഗ്രസ് തകർന്നടിഞ്ഞപ്പോഴും കോൺഗ്രസിനെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ജില്ല എറണാകുളമാണ്. എറണാകുളത്തെ ഭൂരിഭാഗം നഗരസഭകളും പഞ്ചായത്തുകളും കോൺഗ്രസ് ഭരിക്കുകയാണ്. കഴിഞ്ഞ തവണ മാത്രമാണ് കൊച്ചിൻ കോർപ്പറേഷൻ കോൺഗ്രസിന് നഷ്ടമായത്. ആ കൊച്ചിൻ കോർപ്പറേഷൻ ഇത്തവണ എന്ത് വില കൊടുത്തും കോൺഗ്രസ് പിടിച്ചെടുക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കോൺഗ്രസ് തനിച്ച് കൊച്ചിൻ കോർപ്പറേഷനിൽ ഭൂരിപക്ഷത്തോട് അധികാരത്തിൽ വരും. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ഘടകകക്ഷികൾക്കൊന്നും വലിയ സ്വാധീനമില്ല. പേരിന് ചില ഇടങ്ങളിൽ മാത്രമാണ് മുസ്ലിം ലീഗ് ഉള്ളത്, ചില സ്ഥലത്ത് കേരള കോൺഗ്രസ് ഉണ്ട്. അവരെയൊന്നും പിന്തുണയില്ലാതെ തന്നെ കോൺഗ്രസിന് തനിച്ച് അധികാരത്തിൽ വരാൻ കഴിയുന്ന കോർപ്പറേഷനാണ് കൊച്ചിൻ കോർപ്പറേഷൻ. എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ശുഭാപ്തി വിശ്വാസത്തിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ജില്ലയായ എറണാകുളത്തെ കോർപ്പറേഷൻ ഇത്തവണ കൊച്ചിൻ കോർപ്പറേഷൻ കോൺഗ്രസ് ഭരിക്കും. ആ ശുഭാപ്തി വിശ്വാസത്തിന്റെ അടിസ്ഥാന കാരണം ചിട്ടയായ പ്രവർത്തനം താഴെത്തട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ബൂത്തുകളിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന, വോട്ടർ പട്ടികയിലെ പേര് വെട്ടിമാറ്റുന്ന പ്രക്രിയകളെല്ലാം എണ്ണയിട്ട യന്ത്രം പോലെയാണ് താഴെത്തട്ടിൽ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചിൻ കോർപ്പറേഷൻ കോൺഗ്രസ് ഭരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മറുഭാഗത്ത് തൊട്ടടുത്ത തൃശൂർ കോർപ്പറേഷനിൽ കഴിഞ്ഞ തവണ കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. കോൺഗ്രസ് വിമതനായി ജയിച്ച ആളെ കൂട്ടുപിടിച്ചാണ് തൃശൂർ നഗരസഭ ഇത്തവണ CPM ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് മാത്രമല്ല, അവിടെയും തൃശൂർ കോർപ്പറേഷനിലെ ആ ഒരു പ്രമുഖ നേതാവുണ്ട് സദാനന്ദൻ എന്ന് പറയുന്ന വ്യക്തി. ആ വ്യക്തി പോലും ഇപ്പൊ ബി.ജെ.പിയിൽ ചേർന്നിരിക്കുകയാണ്. അത് കോൺഗ്രസിനോട് അടിയാകുമോ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം പോലെ തന്നെ സംഘടനാപരമായി ശക്തമായ സ്വാന്നിധ്യമുള്ള ജില്ലയാണ് തൃശ്ശൂർ. ഒരു കാലത്ത് കോൺഗ്രസ് അതിന്റെ ഉള്ളം കയ്യിലിട്ട് അമ്മാനമാടിയ ജില്ല കരുണാകരന്റെ തൃശ്ശൂർ പരാജയപ്പെട്ടിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രമല്ല. ചരിത്രത്തിലേക്ക് പോകുമ്പോൾ പല തോൽവികളും തൃശ്ശൂരിൽ ഉണ്ടായിട്ടുണ്ട്, പല വിജയങ്ങളും തൃശ്ശൂരിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പുതിയ DCC പ്രസിഡന്റാണ്. ഒരേ സമയം തന്നെ തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം കരുണാകരനെയും പത്മജ വേണുഗോപാലിനെയും കരുണാകരന്റെ കുടുംബത്തിലെ 3 പേരും തോറ്റു. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കുപ്രസിദ്ധിയുള്ള ജില്ല തന്നെയാണ് തൃശ്ശൂർ. ഞാൻ ലോക്സഭയിലെയും നിയമസഭയിലെയും കാര്യമല്ല പറയുന്നത്. തൃശ്ശൂർ കോർപ്പറേഷൻ നേരത്തെ കോൺഗ്രസ് ഭരിച്ചതാ. അവിടെ കോൺഗ്രസിന് ഇത്തവണ ഭരണത്തിലേറാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. കോൺഗ്രസിനകത്ത് പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ടുപോയതിനു ശേഷം താഴെത്തട്ടുള്ള സംഘടനാ പ്രവർത്തനം കൃത്യമായി ഏകോപിപ്പിക്കുന്നു. സന്ദീപ് വാര്യരുടെ കടന്നുവരവ് കോൺഗ്രസിലേക്കുള്ള കടന്നുവരവ് വലിയ മുതൽക്കൂട്ടാകും, തൃശ്ശൂർ വലിയ ഫാക്ടറായി മാറും. അതോടൊപ്പം തന്നെ ടാജറ്റ് ജോസഫ് എന്ന് പറയുന്ന പുതിയ DCC പ്രസിഡന്റ് ഉണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കൃത്യമായ പ്രവർത്തനങ്ങളുമായി തൃശ്ശൂരിൽ മുന്നോട്ട് പോവുകയാണ്. താഴെത്തട്ടിലെ പ്രവർത്തനമാണ് എപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജയിച്ചു കയറാൻ കഴിയുക. എണ്ണയിട്ട യന്ത്രം കണക്കെ കോൺഗ്രസിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ തൃശ്ശൂരിൽ ജയിക്കാൻ കഴിയൂ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. കൊച്ചിൻ കോർപ്പറേഷനെ പോലെയല്ല തൃശ്ശൂർ കോർപ്പറേഷനിൽ BJPയും CPMനെയും രണ്ട് പാർട്ടികളെയും നേരിടണം കോൺഗ്രസ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്നാണ് DCCയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. KPCC നേതാക്കന്മാർക്ക് അവിടെ ചുമതലയുണ്ട്. ഇനി നമ്മൾ കടന്നു വരുന്നത് പാലക്കാട് മുനിസിപ്പാലിറ്റിയാണ്. പാലക്കാട് നഗരസഭയ്ക്കകത്ത് വലിയ BJPക്ക് ഭരണവിരുദ്ധ വികാരമുണ്ട്. നമ്മൾ നഗരസഭ മാറ്റിവെച്ച് കോർപ്പറേഷൻ തന്നെ കണക്കെടുക്കുമ്പോൾ അടുത്തത് കോഴിക്കോട് കോർപ്പറേഷനാണ്. കോഴിക്കോട് കോർപ്പറേഷൻ ഏറെ നാളായി CPMന്റെ ഒരു കുത്തകയാണ്. CPM കുത്തകയാക്കി വെച്ച കോഴിക്കോട് കോർപ്പറേഷനിൽ ഐക്യജനാധിപത്യ മുന്നണി ഇത്തവണ വലിയ വിജയപ്രതീക്ഷയില്ല.
അതായത് അവിടെ BJPക്ക് കാര്യമായ സ്വാധീനമില്ലാത്ത കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ. അതുകൊണ്ട് CPM മാത്രം നേരിട്ടാൽ മതി. അല്ല, ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ BJP കൗൺസിലർമാരുണ്ട്. നവ്യ ഹരിദാസ് ഒക്കെ അല്ലെ, നവ്യ ഹരിദാസ് ഉണ്ട്, റനീഷ് ഉണ്ട്. അത്തരത്തിൽ നിരവധിയായ ചില സ്ഥലങ്ങളിൽ മാത്രമേ BJP അവിടെ നേർക്കുനേർ മത്സരം UDF-ഉം LDF-ഉം തമ്മിലുള്ള നേർക്കുനേർ മത്സരം നടക്കുന്ന കോർപ്പറേഷനാണ്. അവിടെ CPM-നെതിരെ വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട്. കോഴിക്കോട് കോർപ്പറേഷനിൽ ഇപ്പോ സൗത്ത് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാർഡുകളിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ വലിയ ക്യാമ്പയിൻ, ഡോർ ടു ഡോർ ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുക. ഓരോ ദിവസവും ഓരോ KPCC നേതാവാണ് ആ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നത്. നേരിട്ട് വീടുകളിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ യുവജന പ്രവർത്തകർ കടന്നു ചെന്ന് കോർപ്പറേഷൻ കുത്തകയാക്കി വെച്ച CPM-ന്റെ ഭരണവിരുദ്ധ വികാരം, താഴെത്തട്ടിൽ CPM-ന് വലിയ വികാരം കോർപ്പറേഷനകത്തുണ്ട്. അതോടൊപ്പം തന്നെ പാളയത്തിലെ പട CPM-നകത്ത് വലിയ തർക്കങ്ങളുണ്ട്. ബീന ഫിലിപ്പ് കഴിഞ്ഞ തവണ മേയറായത് അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു. കോഴിക്കോട് നടക്കാവ് ഗേൾസിലെ റിട്ടയർഡ് പ്രിൻസിപ്പാളായ അവർ കോഴിക്കോടിന്റെ മേയറായി വരുമെന്ന് പാർട്ടിയുടെ പ്രവർത്തകന്മാരെ പൂർണ്ണമായി മാറ്റി നിർത്തിയാണ് ബീന ഫിലിപ്പ് മേയറായി വരുന്നത്. അതുകൊണ്ട് തന്നെ ബീന ഫിലിപ്പിനെതിരായ വികാരമുണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട്. സൗത്ത് നിയോജക മണ്ഡലത്തിൽ അഹമ്മദ് ദേവർ കോവിലിനെതിരായ വികാരമുണ്ട്, നോർത്തിൽ പ്രദീപ് കുമാറിനെതിരായ വികാരമുണ്ട്. അത്തരത്തിൽ മുസ്ലിം ലീഗിന്റെ ശക്തമായ സ്ഥാനം. അവിടെ ശക്തമായ മത്സരമാണ്, വിജയിച്ചു കയറാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. തൊട്ടടുത്തേക്ക് പോകും കണ്ണൂർ കോർപ്പറേഷൻ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും കുത്തകയാണ്. കണ്ണൂർ കോർപ്പറേഷൻ നേരത്തെ CPM-ന് ഭരിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസ് വിമതനായ PK രാഗേഷിനെ ചേർത്ത് പിടിച്ചിട്ടാണ്. PK രാഗേഷ് നിലവിൽ കോൺഗ്രസിനോടൊപ്പമില്ല. PK രാഗേഷിന്റെ സ്വാന്നിധ്യം പള്ളിക്കുന്ന് പോലെയുള്ള പ്രദേശങ്ങളിൽ CPM-ന് ചിലപ്പോൾ CPM-നോടൊപ്പം ചേരുകയാണെങ്കിൽ അവർക്ക് ഗുണകരമാകും. പക്ഷേ സിറ്റി മേഖലകളിൽ കോൺഗ്രസിനും ശക്തമായ സാന്നിധ്യമുണ്ട്. മറ്റിടങ്ങളിൽ കണ്ണൂർ മണ്ഡലം തന്നെ നമ്മൾ മൊത്തത്തിൽ കോൺഗ്രസിന്റെ ഒരു ശക്ത കേന്ദ്രമാണ്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന് സ്വാധീനത്തിനുള്ള പ്രദേശമുണ്ട്. നിലവിൽ കോൺഗ്രസ് ഭരിക്കുന്ന അല്ലെങ്കിൽ UDF ഭരിക്കുന്ന കോർപ്പറേഷനാണ് കണ്ണൂർ കോർപ്പറേഷൻ. ആ കോർപ്പറേഷൻ നിലനിർത്താൻ കഴിയുമെന്നത് K സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാർ തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന നേതൃത്വം കൊടുക്കുന്നത്. അത് K സുധാകരനുണ്ട്, മാർട്ടിൻ ജോർജ് ഉണ്ട്, TO മോഹനുണ്ട്. അത്തരത്തിൽ VP അബ്ദുൾ റഷീദിന്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമ്മാസ് ഉണ്ട്. അത്തരത്തിൽ നിരവധിയായ നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ് കണ്ണൂരിൽ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. മറ്റ് നേരത്തെ ഒന്നും കാണാത്ത തരത്തിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഉൾപ്പെടെ ഉള്ള പ്രവർത്തനങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസ് വലിയ വിജയമാണ് കണ്ണൂരിൽ ഇത്തവണയും പ്രതീക്ഷിക്കുന്നത്. പിന്നീട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബാലികേറ മലയായ രണ്ട് കോർപ്പറേഷനുകളാണ്. ഒന്ന് കൊല്ലം കോർപ്പറേഷനും മറ്റൊന്ന് തിരുവനന്തപുരം കോർപ്പറേഷനും. കൊല്ലം കോർപ്പറേഷൻ ഇതേപോലെ CPM-ന്റെ ഒരു കുത്തകയാണ്. കോൺഗ്രസിന് പ്രസന്ന ഏണസ്റ്റ് മേയറാണ്. നിലവിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അംഗബലം വളരെ കുറവാണ്. വലിയ പ്രതീക്ഷ കോൺഗ്രസിന് എവിടെയുണ്ട്. കാരണം M മുകേഷ് MLA-ക്കെതിരായ സ്ത്രീപീഡന ആരോപണം, പ്രസന്ന ഏണസ്റ്റും പാർട്ടിയും തമ്മിലുള്ള വിഷയം, ഇതെല്ലാം ഗുണകരമായി മാറുകയാണെങ്കിൽ ഒരു കറുത്ത കുതിരയാകാനുള്ള സാധ്യത കോൺഗ്രസിനുണ്ട്. പക്ഷേ കോൺഗ്രസ് ഒരു 100% ഭരിക്കുമെന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. കോൺഗ്രസിന് ഭരണത്തിലേക്ക് എത്താൻ കഴിയണമെങ്കിൽ വലിയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയണം. കറുത്ത കുതിരയാകാൻ കോൺഗ്രസിന് കഴിയും. കാരണം നേരത്തെ ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ ഇത്തവണ കോൺഗ്രസിന് കഴിയും. പിന്നെ വോട്ടർമാരാണ്, ജനങ്ങളാണ് അവസാന വിധിയെഴുത്ത് നടത്തേണ്ടത്. ജനങ്ങൾ എന്ത് തീരുമാനിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. തൃശൂർ നഗരസഭ തിരുവനന്തപുരം നഗരസഭയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് നിലവിൽ 3ാം സ്ഥാനത്തായി നഗരസഭയാണ്. ഒരു കാലത്ത് കോൺഗ്രസ് 2ാം സ്ഥാനത്തായിരുന്നു, ഇപ്പൊ 3ാം സ്ഥാനത്താണ്. അവിടെ BJP ആണ് 2ാം സ്ഥാനത്ത്. BJP ശക്തമായ അവകാശവാദം ഉന്നയിക്കുന്നവർ ഇത്തവണ തിരുവനന്തപുരത്തിന്റെ ഭരണം പിടിക്കും. രാജീവ് ചന്ദ്രശേഖരനും B മുരളീധരനും BB രാജേഷും S സുരേഷും അടക്കമുള്ള നേതാക്കന്മാർ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന കൗൺസിലാണ്. പക്ഷേ അവിടെ കോൺഗ്രസ് പറയുന്നത് കഴിഞ്ഞ തവണ പോലെയുള്ള പ്രയാസങ്ങളോ മറ്റോ കോൺഗ്രസ് പാർട്ടിക്കകത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാലോട് രവിയുടെ തുറന്നു പറച്ചിൽ ഒരു ശുഭസൂചനയായിട്ടാണ് ഇപ്പൊ പാർട്ടി കാണുന്നത്. താഴെത്തട്ടിൽ സംഘടനാ പ്രവർത്തനം കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി അല്ല, ഞാൻ അവിടെ പറയുന്നത് കോൺഗ്രസ് ഒരു കഴിഞ്ഞ തവണത്തിൽ നിന്ന് നിലമെച്ചപ്പെടുത്തി ഭരണം പിടിക്കുമെന്ന പൂർണ്ണമായ അവകാശവാദം ഈ നിമിഷം ഞാൻ ഉന്നയിക്കുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് ഇനിയും 2 മാസം ബാക്കിയുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകൾ പോലും വിധി നിർണ്ണയിക്കാൻ തരത്തിൽ സ്വാധീനം ചെലുത്തുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള സംസ്ഥാനമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ തവണത്തെ പോലെ ആയിരിക്കില്ല. കോൺഗ്രസ് കൃത്യമായ മുന്നേറ്റം സൃഷ്ടിക്കും. ഒരുപക്ഷെ BJP-യെ മറികടക്കാൻ അല്ലെങ്കിൽ 3 പാർട്ടികൾക്കും തുല്യമായ രൂപത്തിൽ വരികയാണെങ്കിൽ
കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു കോൺഗ്രസ് മേയർ തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിൽ വന്നാൽ പോലും അത്ഭുതപ്പെടാനില്ല. BJP-യെ മാറ്റി നിർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അടിവരയിട്ട് പറയുന്നു, BJP-ക്കും കോൺഗ്രസിനും CPM-നും ഒരു തുല്യ രൂപത്തിലുള്ള അല്ലെങ്കിൽ ഒരു നെക്ക് ആൻഡ് നെക്ക് മത്സരവും നെക്ക് ആൻഡ് നെക്ക് കൗൺസിലർമാരുമാണ് ജയിച്ചു വരുന്നെങ്കിൽ എഴുതി വെച്ചോ, കോൺഗ്രസിന്റെ ഒരു മേയർ തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിലേക്ക് എത്തും.